ഹൃദ്യം മലയാളത്തിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക്, ഭാഷാശാസ്ത്രത്തിന്റെ 6ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സുകളിലായി നമ്മൾ ഭാഷാഗോത്രത്തെക്കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരുന്നത്. 7 ഭാഷാഗോത്രത്തെക്കുറിച്ച് വളരെ കൃത്യമായി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നിങ്ങൾ കൃത്യമായി പഠിക്കുന്നുണ്ട്, നോട്ട് എഴുതുന്നുണ്ട് എന്നുള്ള വിശ്വാസത്തിൽ 8ാമത്തെ ഭാഷാഗോത്രമായ ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷകളിലൊക്കെ ആവർത്തിച്ച് ചോദ്യങ്ങൾ വരുന്ന ഭാഷാഗോത്രമായ ദ്രാവിഡ ഭാഷാഗോത്രത്തെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്, പഠിക്കുന്നത്. നിങ്ങൾ പേനയും പേപ്പറും മുമ്പിലെടുത്ത് വെച്ച് തന്നെ ക്ലാസ് കാണാനിരിക്കുക, നന്നായി പഠിക്കുക, കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ദ്രാവിഡ ഭാഷാഗോത്രം തെക്കേ ഇന്ത്യയിലെയും വടക്കുകിഴക്കൻ ശ്രീലങ്കയിലെയും ഭാഷകളെ പൊതുവായി ദ്രാവിഡ ഭാഷാഗോത്രം എന്ന് പറയുന്നു. അതായത് തെക്കേ ഇന്ത്യയിലെയും വടക്കുകിഴക്കൻ ശ്രീലങ്കയിലെയും ഭാഷകളെ പൊതുവായി ഏതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു? ദ്രാവിഡ ഭാഷാഗോത്രത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ദ്രാവിഡ ഭാഷകളെ ഒരു പ്രത്യേക ഭാഷാ കുടുംബമായി തരംതിരിച്ച പണ്ഡിതൻ FW എല്ലിസ് ആണ്. ആദ്യമായി ദ്രാവിഡ ഭാഷകളെ ഒരു പ്രത്യേക കുടുംബമായിട്ട് തരംതിരിച്ചിരിക്കുന്നത് ആരായിരുന്നു? FW എല്ലിസ്. അദ്ദേഹത്തിന്റെ സൗത്ത് ഇന്ത്യൻ ലാംഗ്വേജസ് എന്ന കൃതി 1816. പിന്നീട് ആധികാരികമായിട്ട് ദ്രാവിഡ ഭാഷാഗോത്രത്തെക്കുറിച്ച് ആധികാരികമായി ദ്രാവിഡ ഭാഷാഗോത്രത്തെക്കുറിച്ച് പഠിച്ച പണ്ഡിതൻ എന്ന് പറയുന്നത് കാൽഡ്വെൽ ആണ്. അദ്ദേഹമാണ് ദ്രാവിഡ ഭാഷാഗോത്രം എന്നുള്ള പേര് നൽകിയത്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഗ്രന്ഥം ഏതാണെന്ന് എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലെ? എന്താണ് കാൽഡ്വെലിന്റെ ഗ്രന്ഥത്തിന്റെ പേര്? എ കമ്പാരിറ്റീവ് ഗ്രാമർ ഓഫ് ദ്രവീഡിയൻ ഓർ സൗത്ത് ഇന്ത്യൻ ഫാമിലി ഓഫ് ലാംഗ്വേജസ്. എ കമ്പാരിറ്റീവ് ഗ്രാമർ ഓഫ് ദ്രവീഡിയൻ ഓർ സൗത്ത് ഇന്ത്യൻ ഫാമിലി ഓഫ് ലാംഗ്വേജസ്. വർഷം 1856. ദ്രാവിഡ ഭാഷാഗോത്രത്തിലെ ഉൾപ്പെട്ട ഭാഷകൾ ഏത് കക്ഷിയിലാണ് പെടുന്നതെന്ന് അറിയുമോ? ദ്രാവിഡ ഭാഷാഗോത്രത്തിൽ ഉൾപ്പെട്ട ഭാഷകള് സംശ്ലിഷ്ട കക്ഷിയിലാണ് ഉൾപ്പെടുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഓരോ ഭാഷാഗോത്രത്തിലെ ഭാഷകളെയും ആ ഭാഷകളൊക്കെയും ഏത് കക്ഷിയിലാണ് പെടുന്നതെന്നും പഠിച്ചിട്ടുണ്ടല്ലേ? അപ്പൊ അതൊക്കെ എല്ലാവരും ഒന്ന് റിവൈസ് ചെയ്യുക, ഓർത്ത് വെക്കുക, മറന്നു പോവാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ ഇപ്പം പറഞ്ഞു വെച്ചത് ഏതാണ്? ദ്രാവിഡ ഭാഷാഗോത്രം ഏത് കക്ഷിയിലാണ് പെടുന്നത്? ദ്രാവിഡ ഭാഷാഗോത്രത്തിലെ ഭാഷകൾ സംശ്ലിഷ്ട കക്ഷിയിലാണ് പെടുന്നതെന്നാണ് നമ്മളിപ്പം പഠിച്ചത്. ഇനി ഒരു ചോദ്യം നമുക്ക് നോക്കാം. ഭാരതത്തിന് പുറത്തു മാത്രം പ്രചാരത്തിലുള്ള ദ്രാവിഡ ഭാഷ ഏത്? പല പരീക്ഷകളിലും ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണിത്. ഭാരതത്തിന് പുറത്തു മാത്രം പ്രചാരത്തിലുള്ള ദ്രാവിഡ ഭാഷ ഏത്? കുറുഖ്, മാൽത്തോ, ബ്രാഹുയി, തുളു. കുറുഖ്, മാൽത്തോ, ബ്രാഹുയി, തുളു എന്നീ ഭാഷകളെയാണ് ഓപ്ഷൻസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം? ബ്രാഹുയി ആണ്. ബ്രാഹുയി ആണ് ഉത്തരമെന്ന് നമുക്ക് കൃത്യമായി അറിയണമെങ്കിൽ നമ്മൾ ദ്രാവിഡ ഭാഷാഗോത്രത്തിന്റെ വർഗീകരണത്തെ കുറിച്ച് കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം. ബ്രാഹുയി എന്ന് പറയുന്ന ഭാഷ പാകിസ്ഥാനിലും ബലൂചിസ്ഥാനിലും ഉപയോഗിക്കുന്ന, അവിടെയും പ്രചാരമുള്ള ഭാഷയാണ് ഏത് ഭാഷ എന്ന് പറയുന്നത്? ബ്രാഹുയി എന്ന് പറയുന്നത്. നമുക്ക് ദ്രാവിഡ ഭാഷാഗോത്രത്തിന്റെ വിഭജനത്തിലേക്കൊന്ന് കടക്കാം. ദ്രാവിഡ ഭാഷാഗോത്രത്തിലെ ഭാഷകളെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് വിഭജിച്ചിരിക്കുന്നത്? എത്രയായിട്ടാണ് വിഭജിച്ചിരിക്കുന്നത്? പ്രധാനമായും 3 ആയിട്ടാണ് വിഭജിച്ചിരിക്കുന്നത്. ദക്ഷിണ ദ്രാവിഡം, മധ്യദ്രാവിഡം, ഉത്തര ദ്രാവിഡം. അതിലെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് വിഭജിച്ചിരിക്കുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഭാഷയുടെ സ്വഭാവം അടിസ്ഥാനമാക്കിയും മൂലഭാഷയിൽ നിന്നും പിരിഞ്ഞു വന്ന കാലം അടിസ്ഥാനമാക്കിയുമാണ് ദ്രാവിഡ ഭാഷകളെ 3 ആയിട്ട് വർഗീകരിച്ചിരിക്കുന്നത്. ദ്രാവിഡ ഭാഷകളെ വിഭജിച്ചിരിക്കുന്നതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഭാഷയുടെ സ്വഭാവം അടിസ്ഥാനമാക്കിയും മൂലഭാഷയിൽ നിന്നും പിരിഞ്ഞു വന്ന കാലം അടിസ്ഥാനമാക്കിയുമാണ്. ഏതൊക്കെയാണ് എന്ന് പറഞ്ഞു? ദക്ഷിണ ദ്രാവിഡം,
മധ്യദ്രാവിഡം, ഉത്തരദ്രാവിഡം. ദക്ഷിണ ദ്രാവിഡം, മധ്യദ്രാവിഡം, ഉത്തരദ്രാവിഡം. ഇനി ദക്ഷിണ ദ്രാവിഡത്തിൽ പെടുന്ന പ്രധാനപ്പെട്ട ഭാഷകൾ ഏതാണെന്ന് നോക്കാം. പരീക്ഷയ്ക്ക് ചിലപ്പം ഓരോ ദക്ഷിണ ദ്രാവിഡത്തില്, ഉത്തരദ്രാവിഡത്തില്, മധ്യദ്രാവിഡത്തിലൊക്കെ ഉൾപ്പെട്ട ഭാഷകൾ തന്നിട്ട് ഏതിലാണ് ഉൾപ്പെട്ടിരിക്കുന്നതെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പം ഏതിലാണ് പെടുന്നതെന്ന് കൃത്യമായി മനസ്സിലാക്കി വെക്കുക. ദക്ഷിണ ദ്രാവിഡത്തിലാണോ, ഉത്തരദ്രാവിഡത്തിലാണോ, മധ്യദ്രാവിഡത്തിലാണോ എന്ന് കൃത്യമായി തന്നെ പഠിച്ചു പോവുക. ശ്രദ്ധയോടുകൂടി പഠിക്കുക. ഇപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്നത് ദക്ഷിണ ദ്രാവിഡത്തെ കുറിച്ചാണ്. ദക്ഷിണ ദ്രാവിഡത്തിൽ ഉൾപ്പെടുന്ന ഭാഷകൾ ഏതൊക്കെയാണെന്നാണ് ഇപ്പോൾ പഠിക്കാൻ പോകുന്നത്. തുളു, തോത, കോത, കൊടക്, കന്നഡ, തമിഴ്, മലയാളം. ഒന്നും കൂടി പറയാ. തുളു, തോത, കോത, കൊടക്, കന്നഡ, മലയാളം, തമിഴ്. ഇത്രയും ഭാഷകളാണ് ദക്ഷിണ ദ്രാവിഡത്തിൽ ഉൾപ്പെടുന്ന ഭാഷകൾ എന്ന് പറയുന്നത്. ഇനി ദക്ഷിണ ദ്രാവിഡത്തിൽ നിന്നും ആദ്യമായി സ്വതന്ത്രമായി പിരിഞ്ഞുപോയ ഭാഷ തുളുവാണ്. തുളുവാണ് ദക്ഷിണ ദ്രാവിഡത്തിൽ നിന്നും ആദ്യമായി സ്വതന്ത്രമായി പിരിഞ്ഞുപോയ ഭാഷ എന്ന് പറയുന്നത്. പിന്നീട് കന്നഡ, തോത, കോത, കൊടക് എന്നിവ സ്വതന്ത്രമായി. പിന്നീട് കന്നഡ, തോത, കോത, കൊടക് എന്നീ ഭാഷകളെ സ്വതന്ത്രമായി. ബാക്കി അവശേഷിക്കുന്നവയെ നമ്മൾ എന്തു പറഞ്ഞു? പൂർവ തമിഴ് മലയാളം എന്ന് പറഞ്ഞു. പൂർവ തമിഴ് മലയാളം. ഇതിൽ നിന്നാണ് ആധുനിക തമിഴും മലയാളവും ഉണ്ടായത്. ഇപ്പൊ നമ്മള് ദക്ഷിണ ദ്രാവിഡത്തിൽ ഉൾപ്പെട്ട ഭാഷകളെ കുറിച്ച് പഠിച്ചു. ആ ഭാഷകളിലെ ദക്ഷിണ ദ്രാവിഡത്തിൽ നിന്നും പിരിഞ്ഞുപോയ ഭാഷകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി. അടുത്തത് മധ്യദ്രാവിഡത്തെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. മധ്യദ്രാവിഡം. ദക്ഷിണ ദ്രാവിഡത്തെക്കാളും ഭാഷകൾ ഏതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്? കൂടുതൽ ഭാഷകൾ മധ്യദ്രാവിഡത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. കൊലാമി, പർജി, നായ്ക്കി, ഗദബ, കുയി, കുവി, കൊണ്ട, മണ്ട, പെങ്കോ, ഗോണ്ടി, തെലുങ്കു. ഇനി ഉത്തര ദ്രാവിഡത്തിലെ ഭാഷകളെ കുറിച്ച് നോക്കാം. നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ പഠിച്ചു തീർക്കാൻ പറ്റുന്ന ഏതാണ്? ഉത്തര ദ്രാവിഡം. 3 ഭാഷകളെ പഠിക്കാനുള്ളൂ. ബ്രാഹുയി, കുറുഗ്, മാൽത്തോ. ഈ ബ്രാഹുയെ കുറിച്ചും അതേപോലെ കുറുഗിനെ കുറിച്ചൊക്കെ എപ്പോഴും പരീക്ഷകളിൽ ആവർത്തിക്കുന്നുണ്ട്, ചോദ്യങ്ങൾ ആവർത്തിക്കുന്നുണ്ട്. ബ്രാഹുയാണ് ഏറ്റവും കൂടുതൽ, ബ്രാഹുയി എന്നുള്ള ഭാഷയെ കുറിച്ചുള്ള ചോദ്യങ്ങളാണ് ഏറ്റവും കൂടുതൽ ആവർത്തിച്ചിരിക്കുന്നത്. അതിലൊന്നാണ് നമ്മൾ നേരത്തെ കണ്ടത്. ഉത്തര ദ്രാവിഡത്തില് ഉൾപ്പെട്ട ഭാഷ എന്ന് പറയുന്നത് ബ്രാഹുയി, കുറുഗ്, മാൽത്തോ. അങ്ങനെ ദക്ഷിണ ദ്രാവിഡ ശാഖയിലും മധ്യദ്രാവിഡ ശാഖയിലും ഉത്തര ദ്രാവിഡ ശാഖയിലും ഒക്കെ ഏതൊക്കെ ഭാഷകളാണ് ഉൾപ്പെട്ടിരിക്കുന്നത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി ഒന്നും കൂടി നോക്കാം. ദ്രാവിഡത്തെ എത്രയായി തരംതിരിക്കുന്നു? ദക്ഷിണം, മധ്യം, ഉത്തരം എന്നിങ്ങനെ 3 ആയിട്ട് തരംതിരിക്കുന്നു. അതിലെ ദക്ഷിണ ദ്രാവിഡത്തില് എത്ര ഭാഷകൾ? 7 ഭാഷകളാണ് പ്രധാനമായും ഉൾപ്പെട്ടിരിക്കുന്നത്. തുളു, തൊത, കോത, കൊടക്, തമിഴ്, കന്നഡ, മലയാളം എന്നിവയാണ് ദക്ഷിണ ദ്രാവിഡത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഭാഷകൾ. കൊലാമി, പർജി, നായ്ക്കി, ഗദബ, കുയി, കുവി, കൊണ്ട, മണ്ട, പെങ്കോ, ഗോണ്ടി, തെലുങ്കു എന്നീ ഭാഷകളാണ് മധ്യദ്രാവിഡത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഉത്തര ദ്രാവിഡത്തിലെ ബ്രാഹുയി, കുറുഗ്, മാൽത്തോ എന്നിവയാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. ദ്രാവിഡത്തെ കുറിച്ച് ഇത്രയും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓരോന്നിലും ഉൾപ്പെട്ടിരിക്കുന്ന ഭാഷ ഏതാണെന്ന് കൃത്യമായി മനസ്സിലാക്കുക, പഠിക്കുക, ആവർത്തിക്കുക. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക, ലക്ഷ്യബോധത്തോടെ ഇരിക്കുക. താങ്ക് യു.